ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. സാധാരണ രീതിയിലുള്ള ഒരു ഫിഷ് ബിരിയാണി അല്ല. നമ്മൾ കിഴിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി ദം ചെയ്യുന്നത് വാഴയിലയിലാണ്, എന്നിട്ട് പൊള്ളിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വാഴയിലയിൽ പൊള്ളിച്ച ബിരിയാണി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ട് ആദ്യം റൈസ് റെഡിയാക്കുകയാണ്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാളയാണ്. അത് ഈ സമയത്ത് തന്നെ നമ്മൾ ചെയ്ത് മാറ്റി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. സവാള കോരി മാറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അതുപോലെ ഉണക്കമുന്തിരി, അത് നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമുള്ളത് തന്നെയാണ്. അതും ഈ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള എണ്ണയിൽ 3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഒരു 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരുപാട് എണ്ണ നമ്മൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യണില്ല. നമുക്ക് റൈസ് ബിരിയാണിയിലേക്ക് ആകെ ഉപയോഗിക്കുന്ന നെയ്യും എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് ജീരകശാല അരി കഴുകി വെള്ളം വാർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞതായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം അധികം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ എണ്ണയിലേക്കാണല്ലോ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ആദ്യം അരി കഴുകി വെള്ളം വാർത്ത് അവിടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് വെള്ളം അരിപ്പയിലൂടെ അങ്ങ് വാർന്നു പോയിക്കോളും. ഇതൊരു 5 മിനിറ്റ് സമയം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മാത്രമല്ല ചോറിങ്ങനെ തമ്മിലൊട്ടാതെ കട്ട കെട്ടാതെ കിട്ടും ചെയ്യും. അതിനുശേഷം അതിലേക്ക് 4 കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം റൈസ് നല്ല ചൂടായി ഇരിക്കുകയാണ്. അരി നന്നായി ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ തൊട്ടപ്പുറത്ത് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിരുന്നതാണ്. അത് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ചെയ്താൽ. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. കാരണം നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഈ വെള്ളം അങ്ങ് വറ്റുന്നതോടുകൂടി ചോറ് വേവും, കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇനി ഒന്ന് അടച്ച് വെക്കുക. ഞാനത് അപ്പുറത്തെ അടുപ്പത്തിലേക്ക് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഫിഷ് ഫ്രൈ ചെയ്യാൻ സമയം കളയണ്ട. ഫിഷ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് ഉപ്പ്, മുളക്, മഞ്ഞൾ മാത്രം ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാൻ ആദ്യം തന്നെ. ഉപ്പും മുളകും മഞ്ഞളും മാത്രം മതി. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ മതി. ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ കിഴി ബിരിയാണി ചെയ്യാറുള്ളത് ചെമ്മീനിലൊക്കെയാണ്. ഇത് പക്ഷേ ഏത് മീനായാലും മതി. ഇത് പേതൽ എന്ന് പറയുന്ന മീനാണ്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നമ്മുടെ നാട്ടിലിപ്പോൾ പേതൽ എന്നാണ് പറയുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള മീൻ എടുക്കുക. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട്, അതവിടെ വീണ സമയം കൊണ്ട് നമുക്ക് റൈസ് എന്തായി നോക്കാം. റൈസ് ഇതാ വെള്ളമൊക്കെ വറ്റി വേറിട്ട് നല്ല കളറിൽ റെഡിയായി വന്നിട്ടുണ്ട്. തമ്മിലൊട്ടാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചു, അടച്ചു വെച്ചു. നമുക്ക് ഫിഷ് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരുപാട് മൊരിയണം എന്നൊന്നും ഇല്ല ഫിഷ്, പക്ഷെ ഒന്ന് വേവണം. മാത്രമല്ല ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും ഓയിൽ ബാക്കി വരാത്ത രീതിയിൽ മാത്രം നമ്മൾ ഓയിൽ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ വറ്റി. നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫിഷൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മളിനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുന്നതും. ഇനി അതിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു, ഒരു 2 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഒരു 3 സവാള തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പരമാവധി ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അത് ഇട്ട് കൊടുക്കുകയാണ്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഫിഷ് മസാലയിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് പക്ഷേ മസാലയിലേക്കുള്ള ഉപ്പാണ്. അപ്പോൾ രണ്ടും കൂടിയായിട്ട് ഉപ്പ് കൂടാതെ നോക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം.
ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനാണല്ലോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ പുളിയൊന്നും വേറെ നമ്മൾ എക്സ്ട്രാ പുളി പിഴിഞ്ഞൊഴിക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ തക്കാളി കൂടുതൽ ഇടുക. അതുപോലെ ഒരു പിടി മല്ലിച്ചപ്പ് ഇടുക. പുതിന ഇടേണ്ട ആവശ്യമില്ല, മല്ലിച്ചപ്പ് മാത്രം മതി. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് പുതിനയുടെ ആവശ്യമില്ല. മല്ലിച്ചപ്പ് മാത്രം ഒരു പിടി ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളി നന്നായിട്ട് വേവണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് നല്ലതാണ്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രം മതി. വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി അതിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വേറെ പൊടികൾ ഇടാത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാലാവണം. തേങ്ങ ചിരവിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് തുറന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ തേങ്ങാപ്പാലും ഈ മസാലയും ഗരം മസാലയും ഇതെല്ലാം കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഈ മീനിലേക്ക് ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. വീണ്ടും തുറക്കുമ്പോൾ മസാല നന്നായി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം മസാലകളെല്ലാം പിടിച്ച് നല്ലൊരു ഫ്ലേവറും ഉള്ള രീതിയിലൊരു മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഫിഷ് മസാല റെഡിയായി. തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് ചേർന്നു വറ്റിയിട്ടുണ്ട്, മീനിലേക്ക് പിടിച്ചു. ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കുകയാണ്. ഞാൻ വാഴയില വാട്ടിയിട്ട് ആണ് എടുത്തിട്ടുള്ളത്, വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. ആദ്യം ഏറ്റവും താഴെ ലെയറായിട്ട് നമ്മൾ ചോറാണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഫിഷ്, ഒരാൾക്ക് എത്ര ഫിഷ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ 2 കഷ്ണം ഫിഷും അതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മസാല നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലുള്ളത് കാരണം. മാത്രമല്ല തേങ്ങാപ്പാൽ ചേർത്ത കാരണം ഇനി നമ്മൾ നെയ്യൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണില്ല. ദം ചെയ്യുമ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. മുകളിലും കുറച്ച് ചോറിട്ടു. മാത്രമല്ല കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ്. മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കണം എന്നൊരു നിർബന്ധമില്ല. തേങ്ങാപ്പാലിൽ ആണ് ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയത്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചോറിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ. ഓപ്ഷണലാണത്, ഇഷ്ടമല്ലാത്തവർക്കത് ഒഴിവാക്കാം. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. തേങ്ങാപ്പാൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കലക്കിയെന്നേ ഉള്ളൂ മഞ്ഞൾ, സാധാ നമ്മുടെ മഞ്ഞൾ തന്നെ. അപ്പോൾ നമ്മൾ വാഴക്കയർ കൊണ്ട് തന്നെയാണ് കെട്ടിയതും. കിഴി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കിഴിയാണ്. അതും അതുപോലെ തന്നെ ചെയ്തു. വീണ്ടും പറയാണ്, മഞ്ഞൾ കലക്കി ഒഴിക്കുന്നത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. തേങ്ങാപ്പാലിലാണല്ലോ കലക്കണത്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വേറെ എക്സ്ട്രാ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ 2 കിഴികൾ റെഡി ആയിട്ടുണ്ട്. എത്ര കിഴികൾ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഈ പാനിൽ 2 ഒരേ സമയം സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വേവും. നന്നായിട്ട് സ്റ്റീമൊക്കെ ഈ ബിരിയാണിയിലേക്ക് എത്തും. 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു, ഞാൻ തുറക്കുകയാണ്. വാഴയിലയിൽ 1 മണിക്കൂറൊക്കെ കിടന്നാൽ മാത്രമേ ഇത് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ തുറക്കുകയാണ്. നല്ലൊരു സ്മെല്ല് വരും തുറക്കുമ്പോൾ തന്നെ. ഇല കരിഞ്ഞു പോകാതെ നോക്കണം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടാനേ പാടുള്ളൂ. കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ഇലയുടെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു എക്സ്പെൻസ് ഒന്നുമില്ല. ദം ചെയ്യണതിനേക്കാളും സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അടിപൊളി ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്